ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഞണ്ട് നീലക്കാലൻ ഞണ്ടാണ്. ഈ നീലക്കാലൻ ഞണ്ട് സീസണിൽ കിട്ടുന്ന ഞണ്ടാണ്. ജൂണിലെയും ജൂലൈയിലെയും മഴ കഴിഞ്ഞ് ആദ്യം കടലൊന്ന് ശാന്തമായി വരുമ്പോൾ ഫസ്റ്റ് കിട്ടുന്ന ഞണ്ടാണ് ഈ നീലക്കാലൻ ഞണ്ട്. ഞണ്ടിൽ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട്. നീലക്കാലൻ ഞണ്ട്, പുള്ളിക്കാലൻ ഞണ്ട്, കുരിശ് ഞണ്ട്, അങ്ങനെ വ്യത്യസ്തമായ ഇനങ്ങളിൽ ഇന്ന് ഞണ്ട് കാണപ്പെടുന്നു. ഈ നീലക്കാലൻ ഞണ്ടുകളെ ഞാൻ ഒരു പാളയിലേക്ക് തട്ടി വീടിന്റെ പുറകുവശത്താണ് ക്ലീൻ ചെയ്യാൻ എളുപ്പത്തിന് കൊണ്ടുവന്നത്. ദേ ഇതിന്റെ തോടുരിച്ച് അതിന്റെ പൂവ് മാറ്റി അതിന്റെ അകത്തെ വേസ്റ്റ് ഒക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കുകയാണ്. ഞണ്ടിന്റെ പൊഞ്ഞ് കളയാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇത് കറിക്ക് രുചി കൂടാൻ നല്ലതാണ്. ഇടിയൻ കല്ലിവിടെ റെഡിയായിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? കഴിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ദേ ഈ നീലക്കാലൻ ഞണ്ടിന്റെ നീലക്കല്ലിന് തലങ്ങും വിലങ്ങും പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ അകത്തുള്ള മാംസം മാറ്റി സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. കഴിക്കാൻ കൂടുതൽ സൗകര്യം ഇതാണ്. ഇങ്ങനെ എടുത്താൽ കഴിക്കുമ്പോൾ ജോലി കുറഞ്ഞിരിക്കും. അല്ലെങ്കിൽ ഈ ഞണ്ട് കഴിക്കാൻ ഒരുപാട് ടൈം വേണം. ഞണ്ടുകളുടെ സ്വയം രക്ഷയ്ക്ക് പ്രധാന പങ്ക് വഹിക്കുന്നത് ഞണ്ടുകളുടെ ഈ കുറുങ്കാലുകളാത്രേ. ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥ പറഞ്ഞു തരട്ടെയോ? പണ്ട് പണ്ട് വളരെ പണ്ട് കുളങ്ങളും വറ്റി നദികളും വറ്റി ഭയങ്കരമായ ഒരു വേനൽക്കാലം. അന്നൊരു കുളത്തിൽ ഒരു ഞണ്ടും കുറച്ചു മീനുകളും താമസിച്ചിരുന്നു. അങ്ങനെ വെള്ളം വറ്റിയപ്പോഴോ ആ കുളത്തിലെ വെള്ളവും വറ്റിത്തുടങ്ങി. അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ എന്ത് ചെയ്തെന്നറിയാവോ? അവർ വേറൊരു തടാകത്തിലേക്ക് പോവാൻ തീരുമാനിച്ചു. അത് ഒത്തിരി ദൂരെയാണ്. എങ്ങനെ പോകും? അങ്ങനെ എവരുടെ സംഭാഷണം കേട്ടുകൊണ്ടുവന്ന സൂത്രശാലിയായ ഒരു കൊക്ക്, സുഹൃത്തുക്കളെ, നിങ്ങളെ ഞാൻ സഹായിക്കാം. ഞാൻ ഓരോ ദിവസം ഓരോ മീനുകളെ കൊത്തിയെടുത്ത് പറന്ന് ആ തടാകത്തിൽ കൊണ്ടുവന്നാക്കാം. നിങ്ങൾക്ക് അവിടെ സുഖമായി ജീവിക്കാം എന്ന് ഈ സൂത്രശാലിയായ കൊക്ക് ഈ മീനുകളോടും ഞണ്ടിനോടും പറഞ്ഞു. അങ്ങനെ കൊക്കിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ഞണ്ട് പറഞ്ഞു, അത് വേണ്ട. മീനുകളെല്ലാം ഞണ്ടിനെ ഒറ്റപ്പെടുത്തി കൊക്കിന്റെ കൂടെ മറ്റൊരു തടാകത്തിലേക്ക് പോവാൻ അവരെല്ലാവരും ഒന്നടങ്കം സമ്മതിച്ചു. അങ്ങനെ ഈ കൊക്ക് ഓരോ ദിവസവും ഓരോ മീനുകളെയായി കൊത്തിയെടുത്ത് ഒരു പാറമേൽ പോയിരുന്ന് ഈ മീനുകളെല്ലാം ഭക്ഷിച്ചു. കൊക്കിന്റെ വിശപ്പടക്കി. അങ്ങനെ നമ്മുടെ ഞണ്ടിന്റെ ഊഴം വന്നു. ഞണ്ട് ഇങ്ങനെ കരുതലോടെ കാത്തിരുന്നു. അങ്ങനെ ഞണ്ടിനെയും കൊണ്ട് പറന്ന് ഒരു പാറമേൽ ചെന്നിട്ട് ഈ കൊക്ക് ഞണ്ടിനെ തിന്നാനായിട്ട് കൊത്താൻ പോയതും കൊക്കിന്റെ കഴുത്തിൽ കയറി ഞണ്ടൊരു പിടുത്തങ്ങ് പിടിച്ചു. ഈ കൊറുങ്കാല് വെച്ച് ഒറ്റ പിടുത്തം. കൊക്ക് ശ്വാസം മുട്ടി മരിച്ചുപോയി. ഈ ഞണ്ട് കഷ്ടപ്പെട്ട് പാറമേലിൽ നിന്ന് താഴെ ഇറങ്ങി എഴഞ്ഞെഴഞ്ഞോടി വന്ന് അതിൻ്റെ ബാക്കിയുള്ള കൂട്ടുകാരോട് പറഞ്ഞു, കൊക്ക് നമ്മളെ ചതിക്കുമായിരുന്നു. നമ്മുടെ ബാക്കിയുള്ള കൂട്ടുകാരന്മാരെയൊക്കെ കൊക്ക് ഭക്ഷണമാക്കുകയാണ് ചെയ്തത്. അവരെ നദിയിൽ നിന്നും വിട്ടില്ല. അങ്ങനെ ബാക്കിയുള്ള മീനുകൾക്ക് ഒരുപാട് സങ്കടമായി. അവർ പറഞ്ഞു, അയ്യോ, നമ്മളിനി എന്ത് ചെയ്യും? ഇനിയും കൊക്ക് വന്ന് നമ്മളെ കൊത്തിയെടുത്തോണ്ട് പോവോ? അപ്പോൾ ഞണ്ട് പറഞ്ഞു, ഇല്ല, ഇനി കൊക്കിന്റെ ശല്യം ഉണ്ടാവില്ല. ഞാൻ എൻ്റെ ഈ കുറുങ്കാലുകൾ വെച്ച് ആ കൊക്കിനെ ഞാനങ്ങ് കൊന്നുകളഞ്ഞു. ശ്വാസം മുട്ടിച്ച് കൊന്നുകളഞ്ഞിട്ടാ ഞാൻ വരുന്നേ. അപ്പോൾ മീനുകൾക്ക് പകുതി ആശ്വാസമായി. അവർ പറഞ്ഞു, ഞങ്ങളോട് ക്ഷമിച്ചാലും ഞങ്ങൾക്ക് തെറ്റുപറ്റി. അപ്പോൾ ഞണ്ട് പറഞ്ഞു, അതാണ് കൂട്ടുകാരെ മുതിർന്നവർ പറയുന്നത്,
മുതിർന്നവർ പറയും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? അങ്ങനെ ഞണ്ടിൻ്റെ കഥയും പറഞ്ഞ് ഞാൻ ഞണ്ടെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കറി വെക്കണം. അങ്ങനെ അതിൻ്റെ മാംസം പൊട്ടിച്ചെടുത്തതൊക്കെ എടുത്ത് ഞാൻ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്.